ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനും എൻ്റെ കൂട്ടുകാരി ആതിരയും കൂടെ ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ അതെവിടേക്കാണെന്നുള്ളത് വഴിയെ കാണിച്ചു തരാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, എങ്ങനെയുണ്ട്? കൊള്ളാമോ? ലിഫ്റ്റ് ഇച്ചിരി കൂടുതലാണോ എന്നൊരു സംശയം. സാരമില്ല, അത് അവിടെ ചെല്ലുമ്പോഴത്തേനും തിന്ന് തീരും. അപ്പോൾ ഓക്കെ, നമുക്ക് വഴിയെ കുറച്ച് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ പോയിട്ട് വരാവേ കേട്ടോ, പോയിട്ട് വരാവേ, നിന്നോടുകൂടി പോയിട്ട് വരാവേ. ഞാൻ ഏതാണ്ട് വണ്ടിക്കാട്ടോ പോകുന്നത്. 28 വരെ ഞാൻ ആക്ടിവയ്ക്ക് പോയിട്ട് അവിടെ നിന്ന് ബസ്സിന് പോകാനായിട്ടാണ്. അപ്പം ഞാൻ പോട്ടെ കേട്ടോ. അങ്ങനെ ഞാനിതേണ്ട ഇവിടെ വന്നു. ഇവിടെ വണ്ടി ഇടാനായിട്ടാണ് കേട്ടോ, ഇവിടെ വണ്ടി ഒതുക്കി ഇടാനായിട്ടാണ്. അപ്പം ഞാൻ 2 ഇഞ്ചി മിഠായിയൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. വണ്ടിയിൽ കയറിയപ്പം അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ കഴിക്കുവാണ്. സ്ഥലം കൊടികുത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതേണ്ട ഞങ്ങൾ വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മരിയൻ കോളേജ് എത്തി കേട്ടോ, കുട്ടിക്കാനം. ഇവിടുന്ന് നേരെ ലെഫ്റ്റ് പോകുന്നത് നമ്മുടെ കട്ടപ്പന റൂട്ടും റൈറ്റ് പോകുന്നത് കുമളി റൂട്ടുമാണ് കേട്ടോ. നമ്മളിപ്പോൾ കുമളി റൂട്ടാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ മരിയൻ കോളേജ്. ഇവിടുന്ന് കുറച്ച് പേരുണ്ടായിരുന്നു കയറാനായിട്ട്. അപ്പോൾ ഇതേണ്ട നമ്മൾ എത്തേണ്ട സ്ഥലം എത്തിയിരിക്കുകയാണ്. ആ കാണുന്ന പള്ളിയിലായിട്ടാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത്. ഇതാണ് നമ്മുടെ പട്ടുമലപ്പള്ളി. ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവാം, കണ്ടിട്ടുണ്ടാവാം. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരുന്നതാണ് കേട്ടോ. അപ്പം ഇതാണ് പട്ടുമലപ്പള്ളി. ഇവിടെ ഞങ്ങൾ വന്നപ്പം ഇവിടെ കുറേ തീർത്ഥാടകരൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ടൂറിസ്റ്റുകൾ ഒരുപാട് പേരുണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട്. നല്ലൊരു തണുത്ത കാറ്റുമൊക്കെയാണ് ഇവിടെ. ചൂടുണ്ട്, എന്നാൽ ആ കാറ്റ് ഉള്ളത് കൊണ്ട് ചൂട് നമ്മളറിയില്ല. അപ്പം ദേ ഇവിടെ എല്ലാം ഞാൻ കാണിച്ചു തരാവേ. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇവക്കും ഇവിടെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മുടെ നിയോഗങ്ങളൊക്കെ എഴുതിയിടുകയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഈ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇവിടെ കയറാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ മുകളിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പ് അങ്ങോട്ട് കയറണം. വണ്ടിക്ക് വേണമെങ്കിൽ പോകാം, റോഡുണ്ട്. അപ്പം ഞങ്ങൾ നടന്നു പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇതേണ്ട ഈ സ്റ്റെപ്പെല്ലാം കയറി വേണം നമ്മൾക്ക് മുകളിൽ ചെല്ലാനായിട്ട്. വീണ്ട താഴെ നിന്നുള്ള വ്യൂ കേട്ടോ അത്. അങ്ങനെ ഞാൻ അവളോട് സ്റ്റെപ്പെല്ലാം കയറി വേണ്ട നമ്മൾ പള്ളിയുടെ തൊട്ട് താഴത്തെ ഇവിടെ വന്നേക്കാണ് കേട്ടോ. താഴത്തെ വ്യൂ ആണിത്. ഇവിടെ നല്ല തേയിലത്തോട്ടമാണ് കേട്ടോ. ഫുള്ള് നല്ലൊരു തണുത്ത കാറ്റൊക്കെയാണ്. പള്ളിയുടെ മുറ്റത്തേക്ക് കയറിയില്ല. അപ്പോൾ ഇതേണ്ട പള്ളിയുടെ മുറ്റത്ത് വന്നു. മുറ്റത്ത് നിന്നുള്ള വ്യൂ ആണിത്. നല്ല രസമാണ് കേട്ടോ. വരാത്തവരൊക്കെ ഇവിടെ വരണം, തീർച്ചയായിട്ടും വരണം. നമ്മുടെ മാതാവ് നമ്മുടെ അപേക്ഷകളെല്ലാം മാതാവ് നടത്തി തരുന്നതാണ്. നമ്മുടെ നിയോഗങ്ങളെല്ലാം വെച്ച് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് നമുക്ക് പ്രത്യേകം മുറികളുണ്ട്. അവിടെ ഇരുന്ന് നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. അവിടെയോട്ടൊന്നും ഫോൺ അലൗഡ് അല്ലായിരുന്നു. പിന്നെ
ഇത് കണ്ടോ, നല്ല രസമാണ്. പിന്നെ അവിടെ കുറച്ച് ടൂറിസ്റ്റുകൾ വന്നിട്ട് അവരുടെ ഫോട്ടോ എടുത്ത് കൊടുക്കാവോ എന്നൊക്കെ ചോദിച്ചു. ഞങ്ങളങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അവരുടെ ഫോട്ടോ ഒക്കെ ഞങ്ങൾ എടുത്ത് കൊടുത്തു. ഇതേണ്ട അങ്ങ് ദൂരെ ഒരു ഈശോയെ കാണാം. അതിനകത്തൊരു ഗുഹ പോലെയാണ് കേട്ടോ. ചെറിയൊരു പ്രാർത്ഥനാ മുറിയാണത്. അവിടെ വളരെ നിശബ്ദമാണ്. പിന്നെ ഇവിടുത്തെ നേർച്ചയെന്ന് പറയുന്നത് തിരിയും പട്ടുമാണ് കേട്ടോ. അതുകൊണ്ടാണ് പട്ടുമല പള്ളി എന്ന് പേര് വന്നത്. അതുകൊണ്ടായിരിക്കാം, അറിയില്ല. ചെടികളൊക്കെ കണ്ടോ നിൽക്കുന്നേ, പിന്നെ ഭംഗിയായിട്ട് എന്ത് കളറാന്ന് നോക്കിയൊക്കെ ഇവിടെ. അല്ലെങ്കിലും ഇടുക്കിയിൽ ചെടികൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല കൊതി വരും. കാരണം അതിൻ്റെ കളറ് അടിപൊളിയാണ്. എല്ലാത്തിനും നല്ല കടും കളറാണ്. ഇതൊക്കെ നമ്മുടെ കോട്ടയത്തോട്ടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്ഥലത്തോട്ട് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ ചെടി പൂവിന് കളറ് പോലും ഇല്ല. പിന്നെ ചിലതൊക്കെ നമ്മുടെ നാട്ടിൽ പിടിക്കത്തുമില്ല. അതെ, ഇടുക്കിയിലെ കാലാവസ്ഥയാണത്. ഇതാണ് കേട്ടോ പള്ളിക്കകം. ഞങ്ങൾ ചെന്നപ്പം കുറച്ച് പേരുണ്ടായിരുന്നു, അവരൊക്കെ ഇറങ്ങിപ്പോയി. ഇത് പള്ളിയുടെ സൈഡ് വശമാണ്. ഇത് അങ്ങോട്ടൊക്കെ കുറച്ചുണ്ട് കാണാനായിട്ട് കേട്ടോ. കുറച്ച് മദാമ്മമാരും സായിപ്പന്മാരും ഒക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഇതേണ്ടേ കണ്ടോ നിൽക്കുന്നേ, കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേണ്ടേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഇവിടെ ഒരു മരമുണ്ട്. ആ മരമാണ് നിങ്ങൾ കാണേണ്ടത്. കാരണം ഞങ്ങൾ തന്നെ കണ്ടിട്ട് ഞെട്ടിപ്പോയി. അതെന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക മരമാണത്. അത് കണ്ട് മനസ്സിലാക്കണം, നേരിട്ട് കാണണം. നമ്മൾ വീഡിയോയിൽ കണ്ടിട്ട് കാര്യമില്ല, അത് നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കണം. പിന്നെ അതും ഒരു ചെറിയൊരു ഗുഹ പോലത്തെയാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ മരം. ഇത് ഇങ്ങോട്ട് നോക്കിക്കേ നിങ്ങൾ, ഇത് കണ്ടോ, ഇതെന്തായി തൂക്കിയിട്ടിരിക്കുന്നതെന്ന് അറിയാവോ? ഇതാണ് കൊന്തകൾ. ഇത് ഓരോരുത്തരുടെ വിശ്വാസം അവരിവിടെ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ചിലപ്പോൾ അവരുടെ നിയോഗങ്ങളൊക്കെ സാധിച്ച് കിട്ടിയതിന് അവർ സമർപ്പിച്ചിരിക്കുന്നതായിരിക്കാം. ഇതൊക്കെ നേർച്ചയായിട്ട് സമർപ്പിച്ചിരിക്കുന്നതായിരിക്കാം. കണ്ടോ, ഇത് നിറച്ചും കൊന്തകളാണ് കേട്ടോ. ഇത് താഴെ തൊട്ട് മേളി വരെ ഉണ്ട് കൊന്തകൾ. ഇതേണ്ടേ കണ്ടോ, പല ടൈപ്പിലുള്ള കൊന്തകളുണ്ട്. അപ്പോൾ ഇവിടെ ഒരാളോട് ചോദിച്ചപ്പം അവർ പറഞ്ഞത് ഇത് ഇവിടുത്തെ നേർച്ചയൊന്നുമല്ല. ഇവിടുത്തെ നേർച്ചയെന്ന് പറയുന്നത് തിരിയും പട്ടുമാണ്. അപ്പോൾ ഇതേണ്ട ഞങ്ങൾ ഇവിടെ എല്ലാം വന്നു, ഇവിടെ കണ്ടു. ഈ പള്ളിയിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ഇവിടെ അടുത്താണ്, എന്നാലും ഇതുവരെയും വരാൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയാലും ഇതുവരെ എവിടെ ഇറങ്ങാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടി, അങ്ങനെ ഇവിടെ വന്നു. ഇവിടെയൊക്കെ വളരെ അടിപൊളിയാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. തേയിലയും ഇതുണ്ടോ. ഇവിടുന്ന് തിരിക്കുവാണ്. ഇനി ഫുഡ് വല്ലതും കഴിക്കണം. ഞങ്ങൾക്കിത് അവിടെ എല്ലാവരും പോകുന്നുണ്ട്, അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോകണം അല്ലേ? റീൽസ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്, അറിയത്തില്ല. അവിടുത്തെ സിറ്റുവേഷൻ പോലെ ഇരിക്കും. അപ്പോൾ ഇത് ഞങ്ങൾ പള്ളിയുടെ താഴെ ഇറങ്ങി വന്നു കേട്ടോ. തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. എപ്പോഴും വണ്ടിയൊന്നുമില്ല, വല്ലപ്പോഴുമൊക്കെ വണ്ടിയുള്ളൂ. കുമളിയിൽ നിന്ന് വരുന്ന വണ്ടികളാണ്. അപ്പം കൊച്ചുങ്ങൾ വരുന്നതിന് മുന്നേ വീട്ടിൽ ചെല്ലുകയും ചെയ്യണം. വൈകുന്നേരം മഴയൊക്കെ ആണെങ്കിൽ പിന്നെ താമസിച്ച് കഴിഞ്ഞാൽ നടക്കില്ല. അപ്പം ഞങ്ങൾ പോവാണ്. ഞങ്ങൾ റീൽസ് ഒന്നും എടുത്തില്ലായിരുന്നു കേട്ടോ, കാരണം അങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേനും നല്ല വെയിലാണ്. ദൂരെ നിന്ന് നോക്കുമ്പം വെയിലൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം നല്ല വെയിലുണ്ട്. അതുകൊണ്ട് അത്ര ക്ലാരിറ്റിയിൽ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇനി തിരിച്ച് പോവാണ്. ഇനി കുട്ടിക്കാനത്തിറങ്ങി ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കണം. ഇപ്പം സമയം ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 1:30 കഴിഞ്ഞായിരുന്നു കേട്ടോ. എനിക്ക് നല്ല പല്ലുവേദനയായിരുന്നു, അതുകൊണ്ട് എത്രയും പെട്ടെന്നൊന്ന് വീട്ടിൽ ചെന്നാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം 2-3 ദിവസമായി പല്ലുവേദന തുടങ്ങിയിട്ട്.
അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോടെ കുട്ടിക്കാനത്തിന് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അവിടെ വന്ന് ഇറങ്ങി. അവിടുന്ന് ടൗൺ ബേക്കറിയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു കേട്ടോ. വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് ലേറ്റ് ആവും. ഞങ്ങൾ മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. മന്തി അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ലായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ മന്തിയൊക്കെ കഴിച്ച് ഞാൻ വീട്ടിൽ വന്നു. ഹലോ, അപ്പോൾ എല്ലാം കഴിഞ്ഞതേ 2:45 കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ വീട്ടിൽ വന്നു. ഞാൻ വീട്ടിൽ വന്നു, അവൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ബസ്സിൽ ആനക്കൽ വരെ, കാഞ്ഞിരപ്പള്ളിക്ക് അപ്പുറം ആനക്കൽ വരെ അവൾ ബസ്സിന് പോകും. അത് കഴിഞ്ഞിട്ട് അവൾ ഓട്ടോയ്ക്ക് പോയിക്കോളാന്ന് പറഞ്ഞു വീട്ടിലേക്ക്. ഞാൻ കൊണ്ടുവിടാൻ വേണ്ടിയാണ് ഇരുന്നത്. പക്ഷേ എൻ്റെ പല്ലുവേദന എന്നെ ഒരു തരത്തിലും അനുവദിക്കുന്നില്ല, കുറയുന്നില്ല പല്ലുവേദന. പല്ലുവേദന വന്നാൽ അറിയാമല്ലോ, എല്ലാവർക്കും വരാറുള്ളതല്ലേ, സഹിക്കാൻ പറ്റുന്നില്ല. നല്ലതിന് രാത്രി ഉറക്കം ശരിയായില്ല. പിന്നെ എന്താ, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പട്ടിമലപ്പള്ളി പോകുന്നത്. ഒരുപാട് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ വരുന്നുണ്ടായിരുന്നു. വിദേശികളാണ്, പിന്നെ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. വിദേശികളാണ് അവിടെ കൂടുതലും വന്ന്. അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ഈ ടൂറിസ്റ്റ് പ്ലേസുകളാണ്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് വന്ന് തിരിച്ചിവിടെ കയറി അങ്ങനെ അങ്ങ് കണ്ടുകേട്ട് പോവുകയാണ്. പിന്നെ അവിടുത്തെ പ്രധാന നേർച്ചയെന്ന് പറയുന്നത് പട്ടും മെഴുകുതിരിയാണ് കേട്ടോ. അതാണ് അവിടുത്തെ മെയിൻ നേർച്ചയെന്ന് പറയുന്നത്. പിന്നെ എന്താ, നല്ല നല്ല രസമാണ് അവിടെ കാണാനും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും. ഒരു ചെറിയൊരു ഗുഹ പോലെയുണ്ട്, ഒരു കൂടാരം പോലെ. അപ്പം അതിനകത്ത് നമുക്ക് ക്യാമറയൊന്നും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല, നിശബ്ദമാണ്. നമുക്ക് അവിടെ ഇരുന്ന് ഏത് നേരം വേണമെങ്കിലും നമുക്ക് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ കുറച്ചേരം അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി കുട്ടിക്കാനത്ത് വന്നു. കുട്ടിക്കാനത്ത് നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് അപ്പം തന്നെ കയറിയതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് അപ്പടിയും ഛർദ്ദിക്കാൻ വരുമായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് ഛർദ്ദിച്ചില്ല. ബസ്സുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഓക്കെ ആയി കേട്ടോ. പിന്നെ അവളെ കൊണ്ടുവിടാൻ വേണ്ടി ഇരുന്നായിരുന്നു, അത് നടന്നില്ല. പിന്നെ മഴ വരുന്നുണ്ട്, നല്ല കാറുണ്ട്, മഴക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ തന്നെ പൊക്കോളാമെന്ന് പറഞ്ഞു. ഞാൻ ബസ്സിൽ കയറിയിട്ട് നമ്മൾ ഉണർന്നിരുന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ ഒമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയൊക്കെ കൂടി വരും. അപ്പം ഞാൻ ഇച്ചിരി നേരം ഒന്ന് മയങ്ങി. പിന്നെ എന്താ, ഇനി 4 മണിയാകുമ്പോഴത്തേനും കൊച്ചു വരും. ഇപ്പം സമയം 3 മണിയായി. അതിന് ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങണം. കണ്ണെല്ലാം അടഞ്ഞടഞ്ഞടഞ്ഞ് പോവാണ്. രാവിലെ പോയ കോലത്തിലല്ല തിരിച്ചു വന്നേക്കുന്നത്. ഞാൻ എപ്പോഴേ പറഞ്ഞില്ലായിരുന്നു, ലിപ്സ്റ്റിക്ക് ഇട്ടുകൊണ്ട് പോയാൽ തിന്നാനേ ഉള്ളൂ, അത് വയറ്റിലോട്ട് ചെല്ലും, പറഞ്ഞിട്ട് കാര്യമില്ല. തിരിച്ച് ഞാൻ എവിടെ പോയാലും ഞാൻ തിരിച്ച് ഇതേ കോലത്തിലടിക്കും, അല്ലെങ്കിൽ ഇതിലും ഭയങ്കരമായ മോശപ്പെട്ട കോലത്തിലായിരിക്കും തിരിച്ച് വരുന്നത്. കാരണം എനിക്ക് യാത്ര പറ്റില്ല. ഞാൻ എവിടെ പോയിട്ട് തിരിച്ചു വന്നാലും എനിക്ക് അപ്പടി തലവേദന, എന്തേലും ക്ഷീണമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.